ഹായ് വെൽക്കം ടു മൈ പിന്നെ ഗരം മസാല. ഇനിയും വേണ്ടിയത് റെഡ് ചില്ലി പൗഡറും ടർമറിക്കുമാണ്. ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കി വെക്കുക. ഒരു 2 കപ്പ് റൈസ് അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് കഴുകിയെടുത്തതാണ്. സ്റ്റൗ ഓണാക്കി ഒരു കടായി അടുപ്പത്ത് വെച്ച് 1 ടീസ്പൂൺ ഗീ ഇടാം. കാഷ്യൂ നട്ട്സ് ഇട്ട് വറുത്തെടുക്കാം. ഞാൻ അതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലൂടെ ഒഴിക്കുന്നു. മീഡിയം ഫ്ലെയിം വെച്ചാൽ മതി. അതിലേക്ക് സ്പൈസസ് ഇടുകയാണ്, ഹോൾ സ്പൈസസ്. ഇതിലേക്ക് ഒരു ഒണിയൻ ചെറുതായി ചോപ്പ് ചെയ്തിട്ട് നന്നായി വഴറ്റുക. ഒണിയൻ കളർ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക്, ക്രഷ് ചെയ്ത ജിഞ്ചർ ഗാർലിക് ഇടാം. അതൊന്ന് നന്നായി സോട്ട് ചെയ്തെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി വഴറ്റുക. ഈ സമയത്ത് ഞാൻ അതിലേക്ക് 2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ഇടുന്നു. 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ ഇടുന്നു. മഞ്ഞൾപ്പൊടി. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ജീരകം വറുത്തിട്ട് പൊടിച്ചതാണ്, അതും ചേർക്കുന്നു. എല്ലാം കൂടെ ഒന്ന് ഇളക്കാം. തീ മീഡിയം ആക്കി വെച്ച് ചെയ്യുക. ഇതിലേക്ക് നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഒരു 3 ക്യാരറ്റാണ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തത്. ക്യാരറ്റ് ഒന്ന് വഴന്ന് വരുമ്പം റൈസ് ഇട്ട് കൊടുക്കാം. ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്, ലോങ് ഗ്രെയിൻ ബാസ്മതി റൈസ്. നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. അതൊന്ന് ഫ്രൈ ആകട്ടെ. ഫ്രൈ ആയി കഴിയുമ്പോൾ വെള്ളം എടുക്കുന്നു. ഞാൻ 2 കപ്പ് റൈസാണ് എടുത്തത്. അപ്പോൾ ഒരു 4 കപ്പ് വെള്ളം ഒഴിക്കുന്നു. ഇളക്കി കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ സോൾട്ട് ഇടുകയാണ്. ചില്ലി കട്ട് ചെയ്ത് വെച്ചത് ഇടുന്നു. അല്പം നാരങ്ങ നീരൊഴിക്കണം. ഒരു 1/2 നാരങ്ങ സ്ക്വീസ് ചെയ്തൊഴിക്കാം. മീഡിയം ഫ്ലെയിമിൽ അതിരുന്ന് വേകാൻ വെക്കാം. ലാസ്റ്റിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി 2 സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തതും കുറച്ച് കൊറിയാണ്ടർ ലീഫ് കട്ട് ചെയ്തതും ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത കാഷ്യൂ നട്ട് ഫ്രൈ ചെയ്തതും ഉണ്ട്. 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. നല്ലതായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ മോയ്സ്ചർ ഒന്ന് ഡ്രൈ ആകാനുണ്ട്. ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് കൂടെ ഇരിക്കട്ടെ. ഒരു 5-6 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. റൈസൊക്കെ നല്ല റൈസ് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. പതുക്കെ ഇളക്കണം, പൊടിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിൻ്റെ മേളിൽ സ്പ്രിംഗ് ഓണിയൻ
കൊറിയാണ്ടർ ലീഫ്, കാഷ്യൂ നട്ടും ക്യാരറ്റ് റൈസ് റെഡി ആയിരിക്കുന്നു. ഇതൊരു 2 മിനിറ്റ് സ്പ്രിംഗ് ഓണിയനും ഒക്കെ ഇട്ടൊന്ന് അടച്ചു വെക്കാം. തീ ഓഫാണ്, അടച്ചു വെച്ചാൽ മതി. ആഹാ, എത്ര നല്ല കളർഫുൾ ആയിരിക്കുന്നു. അരിയൊന്നും കുഴഞ്ഞു പോകാതെ ഓരോ ഗ്രെയിനായിട്ട് പെർഫെക്റ്റായി കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം. നിങ്ങൾ തീർച്ചയായും ഇതുണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. ഇത് കണ്ടോ, കാണുന്ന പോലെ തന്നെ രുചിയേറിയതും ഹെൽത്തി ആയിട്ടുള്ളതുമാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതും വളരെ ഡെലീഷ്യസുമായിട്ടുള്ള ക്യാരറ്റ് റൈസ് ഉണ്ടാക്കി നോക്കണം. തീർച്ചയായും നിങ്ങളിതുണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുമല്ലോ. മറ്റൊരു വീഡിയോയുമായി ഉടനെ വരുന്നതാണ്. തീർച്ചയായും കാണണം, ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.